നീ പേടിച്ച പോലെ തന്നെ സംഭവിച്ചു. കൊല ചെയ്യാൻ ഉപയോഗിച്ച സർജിക്കൽ നൈഫിൽ മഹിമയുടെ വിരലടയാളമുണ്ട്. മഞ്ജു, ഈ ഒരവസ്ഥയിൽ ധൈര്യം കൈവിടരുത്. എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ തന്നെ ഉണ്ട്. ഇനിയെങ്കിലും നിനക്ക് ഐശ്വര്യ മാഡത്തിനോട് എല്ലാം തുറന്നു പറഞ്ഞൂടെ? പ്രകാശേട്ടാ, എനിക്ക് കുറച്ചുകൂടി സമയം തരണം. ഞാൻ മഹിമ ഒന്ന് കണ്ട് സംസാരിക്കട്ടെ. അവക്ക് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയണം. നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? കൊലപാതകം ചെയ്തു എന്ന് സംശയിക്കുന്ന ആളുടെ അടുത്താണോ നീ വിശദീകരണം ചോദിക്കാൻ പോകുന്നത്? അവളെങ്ങാനും രക്ഷപ്പെട്ടു പോയാ നമ്മളെല്ലാവരുടെയും ജോലി പോവും. മഹിമയാണ് പീതാംബരനെ കൊന്നതെന്ന് പ്രകാശേട്ടന് തോന്നുന്നുണ്ടോ? സംഭവ സ്ഥലത്ത് നിന്നും കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം കിട്ടി. അതിൽ ഇരയുടെ രക്തവും കൊലയാളിയുടെ വിരലടയാളമുണ്ട്. ഇതിനെയാണ് പോലീസുകാർ ഓപ്പൺ ആൻഡ് ഷട്ട് കേസ് എന്ന് പറയുന്നത്. ഇത്രയും തെളിവുകൾ അവൾക്കെതിരെ ഉണ്ടായിട്ടും അവൾ നിന്റെ അനിയത്തിയാണെന്ന കാരണം കൊണ്ട് മാത്രം അവളെ സംരക്ഷിക്കുന്നത് തെറ്റാണ്. എനിക്കിപ്പോഴും അവൾ ഒരാളുടെ ജീവൻ എടുക്കുമെന്ന് വിശ്വസിക്കാൻ ഒട്ടും പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നീ അവളെ അറസ്റ്റ് ചെയ്യും. എന്നിട്ട് അവൾ സാവകാശം അവളുടെ നിരപരാധിത്വം തെളിയിക്കട്ടെ. അല്ലാതെ നീ ചെയ്യുന്ന പോലെ തെളിവുകൾ മറച്ചു വെക്കാൻ ശ്രമിച്ച മഹിമയുടെ കൂടെ നിനക്കും ജയിലിൽ കിടക്കേണ്ടി വരും. എനിക്ക് പ്രകാശേട്ടൻ കുറച്ചുകൂടി സമയം തരണം പ്ലീസ്. വൈകുന്നേരം 3 മണി വരെ ഞാൻ സമയം തരാം. അതിനുള്ളിൽ നീ മാഡത്തിനോടെല്ലാം തുറന്നു പറഞ്ഞില്ലെങ്കിൽ റിപ്പോർട്ടുകളുമായി ഞാൻ അവരെ പോയി കണ്ട് മഹിമയാണ് പീതാംബരനെ കൊന്നെന്ന് ധരിപ്പിക്കും. പ്രകാശേട്ടാ, ചേട്ടാ ചേട്ടാ പ്ലീസ്. അപ്പൊ നിന്റെ അനിയത്തെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണല്ലേ? സ്വന്തം ഭർത്താവിനെ ജയിലിൽ കിടത്തിയിട്ടാണെങ്കിലും മഹിമയെ രക്ഷിക്കണമെന്നുള്ള നിന്റെ ചിന്തയുണ്ടല്ലോ, സമ്മതിക്കണം. ചേച്ചിമാരായ ഇങ്ങനെ വേണം. എന്താ അനിയത്തിയോടുള്ളൊരു സ്നേഹം. അപ്പം നിന്റെ അനിയത്തിക്ക് എന്തെങ്കിലും പറ്റിയാൽ നിനക്ക് നോവുമല്ലേ? എന്റെ അച്ഛനെ ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നില് നിന്റെ തന്ത നാണം കെടുത്തിയതുപോലെ നിന്നെ ഞാനിന്ന് നാണം കെടുത്തും. എന്റെ അച്ഛനെ പോലെ നിനക്കും എല്ലാം നഷ്ടപ്പെടും. കാണിച്ച് തരാടി. ഈ മക്കളോടിമ ചേർത്ത് ഞാൻ കണ്ണടച്ചാലും ദേവിയായ ആകമേ നിറയും കണിമലർന്നീയേ പിറന്നു ഞാൻ ചിരി നോവു പാകിയോ. മഹിമയെ വിളിച്ച് സംസാരിച്ച് നോക്കാം. ജോലി പോവാണെങ്കിൽ പോട്ടെ.